പ്രിയ ഉദ്യോഗാർത്ഥികളെ, SCERT സോഷ്യൽ സയൻസിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പാർട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി 10ാം ക്ലാസ്സിലെ പാഠം 5 സംസ്കാരവും ദേശീയതയും എന്നുള്ളത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു. ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം അറിയപ്പെടുന്നത് ദേശീയത. ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം അറിയപ്പെടുന്നത് ദേശീയത എന്ന പേരിലാണ്. സ്ഥാപനങ്ങളും അതിന്റെ സ്ഥാപകരും നോക്കാം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് ജൊനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജ് ജൊനാഥൻ ഡങ്കൻ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് 1835 19ാം നൂറ്റാണ്ടില് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് സയന്റിഫിക് സൊസൈറ്റികൾ എന്നാണ്. 19ാം നൂറ്റാണ്ടില് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളെ അറിയപ്പെടുന്നത് സയന്റിഫിക് സൊസൈറ്റികൾ എന്ന പേരിലാണ്. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി കൽക്കട്ടയിലാണ് സ്ഥാപിച്ചത് 1825. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി കൽക്കട്ടയിലാണ് 1825. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി കൽക്കട്ട 1838. പൊതുവിവരങ്ങൾ നേടുന്നതിനുള്ള സൊസൈറ്റി കൽക്കട്ട 1838. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ബംഗാൾ 1876 ബംഗാളില് മഹേന്ദ്രലാൽ സർക്കാർ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. ബനാറസ് സംവാദ ക്ലബ്ബ് ബനാറസില് 1861 സ്ഥാപിച്ചു. ബനാറസ് സംവാദ ക്ലബ്ബ് ബനാറസില് 1861 സ്ഥാപിച്ചു. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതൊന്ന് നോക്കാം. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാഥൻ ഡങ്കൻ ആണ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് 1835 19ാം നൂറ്റാണ്ടില് ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായിട്ട് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളെ സയന്റിഫിക് സൊസൈറ്റികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ കൽക്കട്ടയിൽ സ്ഥാപിച്ചത് 1825 കൽക്കട്ടയിൽ സ്ഥാപിച്ചതാണ് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്താനുള്ള സൊസൈറ്റി. ദെൻ 1838 കൽക്കട്ടയിൽ പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി സ്ഥാപിച്ചു. 1876 ബംഗാളില് മഹേന്ദ്രലാൽ സർക്കാർ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചു. ഇത് ചോദിച്ച ചോദ്യമാണ്. 1876 ബംഗാളില് മഹേന്ദ്രലാൽ സർക്കാർ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചു. 1861 ബനാറസില് ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ടു. 1861 ബനാറസില് ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ടു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി അലിഗഡില് 1864 സ്ഥാപിതമായി. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി അലിഗഡില് 1864 സ്ഥാപിതമായി. 1868 ബീഹാറില് ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടു. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് 1868. അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് 1864. ബനാറസ് സംവാദ ക്ലബ്ബ് 1861. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ 1876. കൽക്കട്ടയിൽ പൊതുവിവരങ്ങൾ നേടുന്നതിനുള്ള സൊസൈറ്റി 1838. അതുപോലെ യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുന്നതിനുള്ള സൊസൈറ്റി 1825 കൽക്കട്ടയിൽ.
ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടി വാദിച്ച ആദ്യത്തെ വ്യക്തി രാജാറാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്തത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ബംഗാളിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. ബംഗാളിലെ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ബംഗാളിലെ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കാൻ പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കാൻ വേണ്ടി പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായ്. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാചാർ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? സുലഭ് സമാചാർ. ഇനി നമുക്ക് വിവിധ പ്രസ്ഥാനങ്ങൾ, പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ പരിഷ്കർത്താക്കളും അവരുടെ ലക്ഷ്യങ്ങളും നോക്കാം. ആര്യസമാജത്തിന്റെ നേതാവ് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോധക് സമാജ് ജ്യോതിബ ഫൂലെ. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹം വിഗ്രഹ ആരാധന, ശൈശവ വിവാഹം എന്നിവയെ ശക്തമായിട്ട് എതിർത്തു. രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദനാണ് ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വേണ്ടി വാദിച്ചു. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്ക് വേണ്ടി നിലകൊണ്ടു. ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം മിശ്രവിവാഹം, മിശ്രഭോജനം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്ക് വേണ്ടി നിലകൊണ്ടു. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിലകൊണ്ടു. ഹിതകാരിണി സമാജം വീരേശലിംഗമാണ്. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി നിലകൊണ്ടു. സത്യശോധക് സമാജം ജ്യോതിബ ഫൂലെ. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വങ്ങളെയും എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരുവാണ്. ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി നിലകൊണ്ടു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി നിലകൊണ്ടു. ദേശീയ സമരകാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയ വ്യക്തികളെ നമുക്ക് നോക്കാം. പത്രം ഹിന്ദു സ്വദേശി മിത്രം എന്നീ പത്രങ്ങള് ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. തറവാക്കി പോവാം. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ഫർദുർജി മസ്ബാൻ.
ബോംബെ സമാചാർ ഫർദോജി മസ്ബാൻ, കേസരി മറാത്ത ബാലഗംഗാധര തിലക്, കേസരി മറാത്ത ബാലഗംഗാധര തിലക്, ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി, ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് എന്നിവ ആനി ബസന്റ്, ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി, യങ് ഇന്ത്യ ഹരിജൻ എന്നിവ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദ്, അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ പത്രങ്ങളും അതിന്റെ നേതാക്കളും ഒന്നും കൂടി നോക്കാം. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃതബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് മോത്തിലാൽ ഘോഷ്, ബോംബെ സമാചാർ ഫർദുർജി മസ്ബാൻ, കേസരി ആൻഡ് മറാത്ത ബാലഗംഗാധര തിലക്, ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി, ബംഗാളി എന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ്, യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി, അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദ്, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ പത്രങ്ങള് സംവാദ് കൗമുദി ബംഗാളി ഭാഷയില്, മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയില്. രാജാറാം മോഹൻ റോയുടെ പത്രങ്ങള് സംവാദ് കൗമുദി ബംഗാളി ഭാഷയില്, മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയില്. രാജാറാം മോഹൻ റോയുടെ പത്രങ്ങൾ ഏതൊക്കെയാണ്? സംവാദ് കൗമുദി ബംഗാളി ഭാഷ, മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷ. 1878 പ്രാദേശിക ഭാഷ പത്രനിയമം പാസാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. 1878 പ്രാദേശിക ഭാഷ പത്രനിയമം പാസാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയുമെന്ന് പറഞ്ഞത് കേശവ് ചന്ദ്രസെൻ ആണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയുമെന്ന് പറഞ്ഞത് കേശവ് ചന്ദ്രസെൻ ആണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗമാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗമാണ്. 1884 പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജിജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവരാണ്. 1884 പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജിജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവരാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് പൂനെയിലാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് പൂനെയിലാണ്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 1916 മഹാരാഷ്ട്രയില് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. 1916 മഹാരാഷ്ട്രയില് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. ബംഗാളില് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1916 മഹാരാഷ്ട്രയില് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. ബംഗാളിലെ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്.
രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വഭാരതി സർവകലാശാലയാണ്. രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കുന്നതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത് പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കുന്നതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത് പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ്. അലിഗഡിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, സക്കീർ ഹുസൈൻ എന്നിവരാണ്. അലിഗഡില് ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, സക്കീർ ഹുസൈൻ എന്നിവരാണ്. അപ്പോൾ ഇവിടെ വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് വീരേശലിംഗം. 1884 പൂനെയില് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ 1884. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് എവിടെയാണ്? പൂനെയിലാണ് ഫർഗൂസൺ കോളേജ്. ഇത് സ്ഥാപിച്ചത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 1916 മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല DK കാർവേ സ്ഥാപിച്ചു. ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കുന്നതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത് പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി. അലിഗഡിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, സക്കീർ ഹുസൈൻ എന്നിവരാണ്. അലിഗഡിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, സക്കീർ ഹുസൈൻ എന്നിവരാണ്. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രം ജാമിയ മില്ലിയ ഇസ്ലാമിയ. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. തൃശൂരിലെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. തൃശൂരിലെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി വാർധ വിദ്യാഭ്യാസ പദ്ധതി. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി അഥവാ നെയ്യം താലിം വിദ്യാഭ്യാസ പദ്ധതി. വാർധ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. വാർധ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. INCയുടെ 1937 വാർധാ സമ്മേളനം നെയ്യം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. INCയുടെ 1937 വാർധാ സമ്മേളനം നെയ്യം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ എന്നിവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ എന്നിവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം എന്ന ഗാനം എടുത്തത് ആനന്ദമഠത്തിൽ നിന്നാണ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. ബംഗാളിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളെ എടുത്തു കാണിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ദീനബന്ധു മിത്ര. സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയാണ് മുഹമ്മദ് ഇക്ബാൽ. ഇനി കൃതികളും എഴുത്തുകാരും അത് ഏത് ഭാഷയിലാണെന്നുള്ളത് നോക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളാണ് ഗോര, ഗീതാഞ്ജലി എന്നിവ. ഇത് ബംഗാളി ഭാഷയിലാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ബംഗാളി ഭാഷയിലുള്ള കൃതികളാണ് ഗോര, ഗീതാഞ്ജലി. പ്രേംചന്ദിന്റെ ഹിന്ദി ഭാഷയിലുള്ള കൃതികളാണ് സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ.
സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് ഭാഷയിലുള്ള കൃതികളാണ് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. തമിഴ് ഭാഷയിൽ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. അൽതാഫ് ഹുസൈൻ ഹാലിയുടെ ഉറുദു ഭാഷയിലുള്ള കൃതിയാണ് ഹയാത്തി സാദി, ഹയാത്തി ജവീദ്. അൽതാഫ് ഹുസൈൻ ഹാലിയുടെ ഉറുദു ഭാഷയിലുള്ള കൃതികളാണ് ഹയാത്തി സാദി, ഹയാത്തി ജവീദ്. വിഷ്ണുകൃഷ്ണ ചിപ്പുലങ്കാറിന്റെ മറാത്തി ഭാഷയിലുള്ള കൃതികളാണ് നിബന്ധമാല. വിഷ്ണുകൃഷ്ണ ചിപ്പുലങ്കാറിന്റെ മറാത്തി ഭാഷയിലുള്ള കൃതിയാണ് നിബന്ധമാല. വള്ളത്തോൾ നാരായണ മേനോന്റെ മലയാള ഭാഷയിലുള്ള കൃതിയാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ. വള്ളത്തോൾ നാരായണ മേനോന്റെ മലയാള ഭാഷയിലുള്ള കൃതിയാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ. രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികള് ഗോര, ഗീതാഞ്ജലി. പ്രേംചന്ദിന്റെ കൃതികള് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സുബ്രഹ്മണ്യ ഭാരതി പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. അൽതാഫ് ഹുസൈൻ ഹാലി ഹയാത്തി സാദി, ഹയാത്തി ജവീദ്. വിഷ്ണുകൃഷ്ണ ചിപ്പുലങ്കാറിൻ്റെതാണ് നിബന്ധമാല. വള്ളത്തോൾ നാരായണ മേനോൻ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. വരിക വരിക സഹചരെ അംശി നാരായണപിള്ള. ഭാരതമാത എന്ന ചലച്ചായം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. ഭാരതമാത എന്ന ജലഛായ ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. ഭാരതമാത എന്ന ജലഛായ ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. കൊൽക്കട്ടയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. കൊൽക്കട്ടയില് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നിവ വരച്ചത് നന്ദലാൽ ബോസ്. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നിവ നന്ദലാൽ ബോസിന്റേതാണ്. 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് സ്വദേശി സമരകാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് സ്വദേശി സമരകാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് സ്വദേശി സമരകാലത്താണ്. ആദ്യമായി രൂപീകരിച്ച ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം 8. ആദ്യമായി രൂപീകരിച്ച ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം 8. 8 താമരകൾ പ്രതിനിധീകരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെയാണ്. 8 താമരകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ കാണിക്കുന്നു. ത്രിവർണ പതാകയിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചത് അർദ്ധചന്ദ്രനെയാണ്. ത്രിവർണ പതാകയിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചത് അർദ്ധചന്ദ്രനെയാണ്. ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിൽ. ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിലാണ് വരച്ചത്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാച്ചി കാമയാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ബിക്കാച്ചി കാമയാണ്. ഇന്നത്തെ ത്രിവർണ പതാക ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. മാഡം ബിക്കാജി കാമ ത്രിവർണ പതാക ഉയർത്തിയത് 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ്. മാഡം ബിക്കാജി കാമ ത്രിവർണ പതാക ഉയർത്തിയത് 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ്. ഇനി 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് സമരവും സ്വാതന്ത്ര്യവും.
അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടുകളും ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് രാജ്കുമാർ ശുക്ലയാണ്. നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടുകളും ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് രാജ്കുമാർ ശുക്ലയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിന്റെ ലക്നൌ സമ്മേളനത്തില് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിന്റെ ലക്നൌ സമ്മേളനത്തില് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേരാനുള്ള കാരണം ദാദാ അബ്ദുള്ളയുടെ കേസുകൾ വാദിക്കാനാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേരാനുള്ള കാരണം ദാദാ അബ്ദുള്ളയുടെ കേസുകൾ വാദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ് യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയെ ഇറക്കിവിട്ട ട്രെയിൻ യാത്ര, ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്ര. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ് യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയെ ഇറക്കിവിട്ട ട്രെയിൻ യാത്ര, ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്ര. ഗാന്ധിജി 21 വർഷം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ഗാന്ധിജി 21 വർഷം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം ബീഹാറിൽ 1917 അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗുജറാത്തില് 1918, ഖേദയിലെ കർഷക സമരം ഗുജറാത്തില് 1918. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം നടന്നത് 1917 ബീഹാറിലാണ്. അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്നത് 1918 ഗുജറാത്തിലാണ്. ഖേദയിലെ കർഷക സമരം നടന്നത് 1918 ഗുജറാത്തിലാണ്. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണം പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള തർക്കമാണ്. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണം പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള തർക്കമാണ്. ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബറോ ആണ്. ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബറോ ആണ്. ഗാന്ധി എന്ന സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാറുകളുടെ എണ്ണം 8. ഗാന്ധി എന്ന സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാറുകളുടെ എണ്ണം 8. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമ മേക്കിംഗ് ഓഫ് മഹാത്മാ ശ്യാം ബനഗലിന്റെയാണ്. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമ മേക്കിംഗ് ഓഫ് മഹാത്മാ ശ്യാം ബനഗലിന്റെയാണ്. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ ദേശീയ സമരത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമ മേക്കിംഗ് ഓഫ് മഹാത്മാ ശ്യാം ബനഗൽ. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു നിയമം പാസാക്കി. അതാണ് എന്ത്? റൗലറ്റ് നിയമം. ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാൻ സഹായിക്കുന്ന നിയമമാണ് റൗലറ്റ് നിയമം. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരാണ്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരാണ്. സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത്. സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത്. നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ജനറൽ ഡയറാണ്. നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ജനറൽ ഡയറാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയെന്ന് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം 1920 നിസ്സഹകരണ സമരമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. നിസ്സഹകരണ സമരകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം. 1922 ചൗരി ചൗര സംഭവം നടന്നത്. ചൗരി ചൗര സംഭവം എന്താണെന്ന് നോക്കാം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു.
22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവത്തെയാണ് ചൗരി ചൗര സംഭവം എന്ന് പറയാം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കള് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അലി സഹോദരന്മാരെന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായ നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കില്ല. നിങ്ങൾ ഒരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇത് പറഞ്ഞത് ഗാന്ധിജിയാണ്. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായ നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കില്ല. നിങ്ങൾ ഒരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്. 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് 1930, 31, 32 കാലയളവിലാണ്. 3 വട്ടമേശ സമ്മേളനങ്ങൾ 1930, 31, 32. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് ലണ്ടനിലെ ജെയിംസ് പാലസിലാണ്. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് ലണ്ടനിലെ ജെയിംസ് പാലസിലാണ്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യൻ സിവിൽ നിയമലംഘനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങള് കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടില് വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഗാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം. ഇന്ത്യയിൽ സിവിൽ നിയമലംഘനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങള് കേരളത്തിലെ പയ്യന്നൂര്, തമിഴ്നാട്ടിലെ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാൾ നവഗാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം എന്നിവയാണ്. ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹികൾ പുറപ്പെട്ടത്. ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹികൾ പുറപ്പെട്ടത്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞത് ഗാന്ധിജി ഏത് സമയത്താണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പറഞ്ഞതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ സമരമാണ് ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1942 ഓഗസ്റ്റ് 8 നടത്തിയ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന സമ്മേളനം. പൊതുജനവികാരം അതിന്റെ പാരമ്പര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞത് മറ്റൊന്നുമല്ല. മഹാത്മാഗാന്ധിയുടെ പ്രധാന കൂട്ടാളിയായ ദേശബന്ധു CR ദാസ്, മോത്തിലാൽ നെഹ്റു, ലാല ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതാണ് ഈ ഒരു കാര്യം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെതിരായ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളായിരുന്നു ഇത്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്ത് CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ രൂപം നൽകിയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം 1923 സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം 1923. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണമെന്ന് ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്ത പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദിയാക്കണം എന്ന് ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്ത പാർട്ടിയാണ് സ്വരാജ് പാർട്ടി.
ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ചന്ദ്രശേഖർ ആസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ 1928 ഡൽഹിയിൽ വെച്ച് രൂപീകൃതമായ പാർട്ടിയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ചന്ദ്രശേഖർ ആസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ 1928 ഡൽഹിയിൽ വെച്ച് രൂപീകൃതമായിട്ടുള്ള പാർട്ടിയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സായുധ വിപ്ലവത്തിനായിട്ട് ആരംഭിച്ച സേനാ വിഭാഗം റിപ്പബ്ലിക്കൻ ആർമി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സായുധ വിപ്ലവത്തിന് വേണ്ടി ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സ് ആണ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സ്. സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വധിച്ചത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വധിച്ചത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തുമാണ്. ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23-നാണ്. ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23-നാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ അസഫ് അലി. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ അസഫ് അലി എന്നിവരാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1934 ബോംബെയിലാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1934 ബോംബെയിലാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായണനാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായണനാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി, വി ഡി സവർക്കർ. അഭിനവ് ഭാരത് സൊസൈറ്റി, വി ഡി സവർക്കർ. അനുശീലൻ സമിതി, ബരീന്ദ്രകുമാർ ഘോഷ്, പുലൻ ബിഹാരി ദാസ്. അനുശീലൻ സമിതി, ബരീന്ദ്രകുമാർ ഘോഷ്, പുലൻ ബിഹാരി ദാസ്. ഗദ്ദാർ പാർട്ടി, ലാലാ ഹർദയാൽ. ഗദ്ദാർ പാർട്ടി, ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യസെന്നാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത്. ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായണനും അരുണ അസഫ് അലിയുമാണ്. ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായണനും അരുണ അസഫ് അലിയുമാണ്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ആണ്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപം കൊടുത്തത് സിംഗപ്പൂരിൽ വെച്ചാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റിന് രൂപം കൊടുത്തത് സിംഗപ്പൂരിൽ വെച്ചാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെന്റ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെന്റ് ആണ്. ഝാൻസി റാണി റെജിമെന്റിന്റെ ചുമതല നിർവഹിച്ചിരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി. ഝാൻസി റാണി റെജിമെന്റിന്റെ ചുമതല നിർവഹിച്ചിരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി. ജപ്പാനിന്റെ സഹായത്തോടെയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിന് ദേശീയ പതാക ഉയർത്തുകയും ചെയ്തത്. ജപ്പാനിന്റെ സഹായത്തോടെയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തത്. 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത് NM ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവരാണ്. 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത് NM ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവരാണ്. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് സ്ഥാപിതമായ സംഘടനയാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്.
NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് സ്ഥാപിതമായ സംഘടനയാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിന്നീട് അറിയപ്പെട്ടത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേരിലാണ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് അറിയപ്പെട്ടത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേരിലാണ്. കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയ അഖിലേന്ത്യാ കിസാൻ സഭ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയ അഖിലേന്ത്യാ കിസാൻ സഭ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. തേബാഗ സമരം നടന്നത് ബംഗാളിൽ. തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്. നാവിക കലാപം ബോംബെ. തേബാഗ സമരം ബംഗാൾ, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി വാഞ്ചി അയ്യരാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി വാഞ്ചി അയ്യരാണ്. വാഞ്ചി അയ്യർ കൊലപ്പെടുത്തിയ തിരുനെൽവേലി ജില്ലാ കലക്ടർ റോബർട്ട് വില്യം ഡസ്കോട്ട് ആഷെയാണ്. വാഞ്ചി അയ്യർ കൊലപ്പെടുത്തിയ തിരുനെൽവേലി ജില്ലാ കലക്ടർ റോബർട്ട് വില്യം ഡസ്കോട്ട് ആഷെ 1911 ജൂലൈ 17 കൊലപ്പെടുത്തിയത്. വാഞ്ചി അയ്യർ തിരുനെൽവേലി കലക്ടറെ കൊലപ്പെടുത്തിയ സ്ഥലം മനിയാച്ചി റെയിൽവേ സ്റ്റേഷൻ, തമിഴ്നാട്. വാഞ്ചി അയ്യർ തിരുനെൽവേലി കലക്ടറെ കൊലപ്പെടുത്തിയ സ്ഥലം മനിയാച്ചി റെയിൽവേ സ്റ്റേഷൻ, തമിഴ്നാട്. മാഡം ബിക്കാച്ചി കാമയുടെ പ്രസിദ്ധീകരണം വന്ദേ മാതരം. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്നും ഉയർത്തി എന്ന് പറഞ്ഞത് മാഡം ബിക്കാജി കാമയാണ്. വന്ദേമാതരം എന്ന തൻ്റെ പ്രസിദ്ധീകരണത്തിലൂടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ പാർട്ടിയാണ് ലേബർ പാർട്ടി. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ പാർട്ടിയാണ് ലേബർ പാർട്ടി. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് സർവേന്ത്യ ലീഗ് ആവശ്യപ്പെട്ടത് മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് സർവേന്ത്യ ലീഗ് ആവശ്യപ്പെട്ടത് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലാണ്. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് സർവേന്ത്യ ലീഗ് ആവശ്യപ്പെട്ടത് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനുവേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനുവേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് 1947 ജൂലൈയിലാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് 1947 ജൂലൈയിലാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. 10ാം ക്ലാസ്സിലെ പാഠം 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിക്കുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റിവരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. ഇങ്ങനെ പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റിവരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. ഇത് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളി ഇന്ത്യ വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളി ഇന്ത്യ വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് നെഹ്റു ആണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് നെഹ്റു ആണ് പറഞ്ഞത്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ എന്ന കൊലയാളിയാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത്. ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ചിട്ടാണ് ഗാന്ധിജി മരിക്കുന്നത്.
നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല നിർവഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല നിർവഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി VP മേനോനാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയി നിയമിതനായ മലയാളി VP മേനോനാണ്. പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ ലയനക്കരാറിൽ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നീ വകുപ്പുകളുടെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയത്. പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ ലയനക്കരാറിൽ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നീ വകുപ്പുകളുടെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയത്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. VP മേനോൻ ജനിച്ചത് 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. VP മേനോൻ ജനിച്ചത് 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. VP മേനോന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. VP മേനോന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവയാണ്. VP മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റത് 1952 യഥാർത്ഥത്തിൽ 1951 മെയ് 6 മുതൽ 51 ജൂലൈ 17 വരെ ആക്ടിംഗ് ഗവർണറായി സ്ഥാനം വഹിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. VP മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റത് 1952 വിഭജന കാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളും അതിൻ്റെ സംവിധായകരും നോക്കാം. MS സത്യ ഗരം ഹവ എന്ന സിനിമ സംവിധാനം ചെയ്തു. ഗോവിന്ദ് നിഹലാനി തമസ് എന്ന സിനിമ ഗോവിന്ദ് നിഹലാനി. ഋത്തിക് ഘട്ടക് മേഘേ ദാക്കദാര. പമേല റോക്സ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ഋത്തിക് ഘട്ടക് മേഘേ ദാക്കദാര, MS സത്യ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനി തമസ്, പമേസ റോക്സ് ട്രെയിൻ ടു പാകിസ്ഥാൻ. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന അധീന പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ ഫ്രാൻസിൻ്റെ അധീനതയിൽ. ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് പോയത് 1954 1961 പോർച്ചുഗൽ ഇന്ത്യയിൽ നിന്ന് പോയത്. ഗോവ, ദാമൻ, ദിയു എന്നിവയാണ് പോർച്ചുഗലിൻ്റെ കീഴിലുള്ള അധീന പ്രദേശങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തത് 1950 ജനുവരി 26 ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലാണ്. ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920 നാഗപ്പൂർ സമ്മേളനമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920 നാഗപ്പൂർ സമ്മേളനമാണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത് പോറ്റി ശ്രീ രാമലു ആണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത് പോറ്റി ശ്രീ രാമലു ആണ്. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്നാണ് പോറ്റി ശ്രീ രാമലു മരണമടഞ്ഞത്. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്നാണ് പോറ്റി ശ്രീ രാമലു മരണമടഞ്ഞത്. 1953 തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായി. 1953 തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായി.
ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങൾ എച്ച് എൻ കുൻസ്രു, സർദാർ കെ എം പണിക്കർ. എച്ച് എൻ കുൻസ്രു, സർദാർ കെ എം പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് 1956 ഈ ഒരു നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ആദ്യ ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ടി ഡി കൃഷ്ണമാചാരി, സി ഡി ദേശ്മുഖ്. ആദ്യ ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ടി ടി കൃഷ്ണമാചാരി, സി ഡി ദേശ്മുഖ്. ടി ടി കൃഷ്ണമാചാരി, സി ഡി ദേശ്മുഖ്. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1951 വിദേശ സഹായത്താൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ബിലായ് ഇരുമ്പുരുക്കുശാല. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ തന്നെയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേല. ബ്രിട്ടന്റെ സഹായത്തോടെ ദുർഗാപൂർ. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ബിലായ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ തന്നെയാണ് ബൊക്കാറോ. ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേല. ബ്രിട്ടന്റെ സഹായത്തോടെ ദുർഗാപൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സൗകര്യങ്ങളുടെ ഉന്നമനം തുടങ്ങി ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1952 ഒക്ടോബർ 2 കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം എന്നീ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1952 ഒക്ടോബർ 2 ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബ. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഹോമി ജഹാംഗീർ ബാബ, എസ് എൻ ഭട്നഗർ എന്നിവരാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബ. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് അടിസ്ഥാനമാക്കി സ്ഥാപിതമായ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് അടിസ്ഥാനമാക്കി സ്ഥാപിതമായ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. 1954 1964 ഇടയിൽ സ്ഥാപിതമായ IIT-കളുടെ എണ്ണം 5. 1954 1964 ഇടയിൽ സ്ഥാപിതമായ IIT-കളുടെ എണ്ണം 5. ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO രൂപീകൃതമായത് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകൃതമായത് 1969 ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തിരുവനന്തപുരത്ത് തുമ്പയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട 1975 വിക്ഷേപിച്ചത്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാജ്യം എന്ന ബഹുമതി നേടിയത് ഇന്ത്യയാണ്.
ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസിത രാജ്യമെന്ന ബഹുമതി ഇന്ത്യക്ക് കിട്ടി. 1975 ആര്യഭട്ട ഇന്ത്യ ആദ്യമായിട്ട് ഒരു കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചതാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഇന്ത്യൻ ഏജൻസികൾ: നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഇന്ത്യയുടെ ആദ്യത്തെ ചരിത്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം മംഗൾയാനാണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം മംഗൾയാൻ. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായി ആണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം എന്നിവയുടെ ശില്പി വിക്രം സാരാഭായി ആണ്. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് നൽകിയിരുന്ന പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് നൽകിയ പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളായ SLV-3, PSLV എന്നിവ വികസിപ്പിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളായിട്ടുള്ള SLV-3, PSLV എന്നിവ വികസിപ്പിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. DS കോത്താരി. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986 പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11, മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനം. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസ്സാക്കിയത് 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസ്സാക്കിയത് 2009 കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. ഇനി വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകളും അതിൻ്റെ ലക്ഷ്യങ്ങളും നോക്കാം. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചത്. ഇതിൻ്റെ ശുപാർശകൾ: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുക. ഇതിൻ്റെ ശുപാർശകൾ: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക. അടുത്തത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കുക. ത്രിഭാഷാ പദ്ധതി പഠനം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക, വിവിധോദ്ദേശ സ്കൂളുകൾ ആരംഭിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കുക, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക. DS കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് ഇതിലുള്ളത്. 1964 DS കോത്താരി കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം.
മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇതൊക്കെയാണ് DS കൊത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952, DS കൊത്താരി കമ്മീഷൻ 1964. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ഇത് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് 1947. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു 1947. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടവർ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനിയായ ചൗഹൻലായിയും. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടവർ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗഹൻലായിയും. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റം ലക്ഷ്യമാക്കി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അക്കാദമി. ഇവയെല്ലാം സ്ഥാപിക്കപ്പെട്ടത് ഡൽഹിയിലാണ്. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ, മ്യൂസിക് എന്നതാണ് സംഗീത നാടക അക്കാദമിയുടെ മുൻപത്തെ പേര്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരത്തിന് വേണ്ടി തുടങ്ങിയതാണ് ലളിതകലാ അക്കാദമി. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി തന്നെ. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. സാഹിത്യ അക്കാദമിയുടെ ലക്ഷ്യം ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ലക്ഷ്യം സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ളൊരു സ്ഥാപനമാണ് സ്കൂൾ ഓഫ് ഡ്രാമ. എല്ലാവർക്കും നാടകമേള നടത്തുന്നു. നാടകകല പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ സ്ഥാപനമാണിത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇത്രയാണ് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് പറയാനുള്ളത്. ഇനി വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി എല്ലാം നമുക്ക് നോക്കാനുണ്ട്. നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.